മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ചതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തയ്ക്ക് ആധാരമായ വാക്യം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 19-ാം അധ്യായം 13-14 വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിപ്പാൻ തക്കവണ്ണം സാധിക്കും. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവിടതല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു കൈവയ്ക്കേണ്ടതിന് ചില അമ്മമാര് കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു അതൃപ്തി തോന്നി. അമ്മമാരെ എന്ത് ചെയ്തു? തടയുവാൻ തക്കണം ഇടയായി. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക മനോഭാവത്തെ ചോദ്യം ചെയ്യണ്ട എന്ന് ശിഷ്യന്മാർ എന്ത് ചെയ്തില്ല? കരുതിയില്ല. അവരെന്ത് ചെയ്തു? തടഞ്ഞു. ഇവിടെ യേശു തലയിൽ കൈവച്ച് അനുഗ്രഹിക്കേണ്ടത് തന്നെ അമ്മമാരെന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങളെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഈ ക്രിയയിലൂടെ അവർ തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. യേശുവിനോട് ധാരാളം വിശ്വാസം അവർക്കുണ്ടു എന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിലൂടെ അമ്മമാര് മനസ്സിലാക്കിയിരുന്നു. അവരുടെ പരിചരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്നതായ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെയും ഭാവിയിലെയും ക്ഷേമം സംബന്ധിച്ച അവരുടെ ഹൃദയങ്ങളിലെ തീവ്രമായ ഉത്കണ്ഠയെ അത് വെളിവാക്കുന്നുണ്ട്. തങ്ങളുടെ ഗുരുവിൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തേണ്ടതിൻ്റെ ആവശ്യം ശിഷ്യന്മാർക്ക് തോന്നിയില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം അത്ര ചെറുതായിട്ടേ ആര് കണ്ടിരുന്നുള്ളൂ? ഈ ശിഷ്യന്മാരെ കണ്ടിരുന്നു. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതായ ചിന്തയിലായിരുന്നു ആ ശിഷ്യന്മാർ ചെയ്തത്. ശിഷ്യന്മാർ അമ്മമാരെ തിരിച്ചയക്കുന്നിടയിൽ യേശു അവരെ ശാസിച്ചു. ശിഷ്യന്മാരെ ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു, വിശ്വസ്തരായ അമ്മമാർ കുഞ്ഞുങ്ങളുമായി തൻ്റെ അടുക്കല് വരുവാൻ വഴി കൊടുക്കേണ്ടതിന് എന്ത് ചെയ്തു? ആൾക്കൂട്ടത്തോട് ആജ്ഞാപിച്ചു. ആ അമ്മമാരെ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വിടുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? യേശു പറയുകയാണ്. യേശു അരുളി ചെയ്തു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. നോക്കണം, ഇന്ന് എത്ര അമ്മമാര് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. നോക്കണം, യേശുവിൻ്റെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ അവർ അനുസരണമുള്ള മക്കളായി, ദൈവഭയമുള്ള മക്കളായി, ദേശത്തിനും ഭവനത്തിനും കൊള്ളാവുന്ന മക്കളായിട്ട് വളർന്നു വരുവാൻ ഇടയായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, ആയതിനാൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവരെ വളർത്തിയെടുക്കണം. അവർ നമുക്ക് അനുസരണമുള്ള മക്കളായി, ദേശത്തിന് കൊള്ളാവുന്ന മക്കളായി, ഭവനത്തിൽ കൊള്ളാവുന്ന മക്കളായി വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മർക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 10-15 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തെ എന്ത് ചെയ്യണം? ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിനാൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി വളർത്തിയെടുക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ ദേശത്തിൽ നോക്കുകയാണെങ്കിൽ അനുസരണയില്ലാതെ വളരുന്നതായ മക്കളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നു, അവര് കുഞ്ഞുനാളിൽ എന്ത് ചെയ്യണം? ശാസിച്ചും ശിക്ഷിച്ചുമാണ് നമ്മളെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യേണ്ടത്? വളർത്തിയെടുക്കേണ്ടത്. അവരെ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്നാൽ ചില
അമ്മമാര് അല്ലെങ്കിൽ ചില പിതാക്കന്മാര് എന്ത് ചെയ്യത്തില്ല, മക്കളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യത്തില്ല. കാരണം ഇവര് വലുതായി വരുമ്പോൾ എന്ത് ചെയ്യും, അത് മാറിക്കൊള്ളുമെന്ന ചിന്തയാണ് മാതാപിതാക്കൾക്കുള്ളത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞുനാളിലെ ശാസിച്ചും ശിക്ഷിച്ചും തന്നെ വളർത്തിയെടുക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ചിലരെന്ത് ചെയ്യും, വലുതായതിനു ശേഷം ശിക്ഷിക്കാൻ മുതിരുമ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ തിരിച്ച് മാതാപിതാക്കളെ എന്ത് ചെയ്യും, ശിക്ഷിക്കും. പല കുഞ്ഞുങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നതായ പല മാതാപിതാക്കളൊന്നും സമൂഹത്തിനകത്തുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആയതിനാൽ കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞുനാളിലെ അവരെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തിയില്ല എങ്കിൽ നമുക്കവർ ഉപകാരപ്രദമായി തീരുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വേദപുസ്തകം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കും. സദൃശവാക്യങ്ങൾ 1:8-9 വാക്യം വ്യക്തമായിട്ട് പറയുന്നത്, മകനെ അപ്പന്റെ പ്രബോധനം കേൾക്ക. പിന്നെ എന്താ പറയുന്നത്, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, കുഞ്ഞുനാളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിച്ചും ശിക്ഷിച്ചും നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അവര് ഉപകാരമുള്ളതായ മക്കളായി മാറും. ഇന്ന് എത്രയോ മാതാപിതാക്കള് സ്വന്തം മക്കളെ ഓർത്ത് കരയുന്നതായ അനേകം മാതാപിതാക്കളുണ്ട്. അവരുടെ ചെയ്തികളെ ഓർത്ത് കരയുന്നതായ മാതാപിതാക്കളുണ്ട്. ആയതിനാൽ കുഞ്ഞുനാളിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരത്തിൽ സമർപ്പിച്ചുകൊണ്ട് വളർത്തിയെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവർ അനുസരണമുള്ളതായ മക്കളായി, നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന മക്കളായിട്ട് അവർ വളർന്നു വരുവാൻ ഇടയായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, യേശു അമ്മമാരുടെ ചുമതലകളെ, അവരുടെ വേലകളെ പരാമർശിച്ചുകൊണ്ട് പ്രോത്സാഹന വാക്കുകൾ സംസാരിച്ചു. എന്തൊരു ആശ്വാസമാണ് അവർക്കുണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം. യേശുവിന്റെ സന്മനസ്സിലും ദയയിലും കരുണയിലും അവരുടെ ഹൃദയങ്ങളിൽ ആനന്ദം നിറഞ്ഞു. എന്താ, മറക്കാനാകാത്തതായ ആ സന്ദർഭം അല്ലെങ്കിൽ ആ സംഭവം തിരിഞ്ഞു നോക്കി അവർ ആനന്ദിച്ചിട്ടുണ്ടാകും. കൃപയോട് കൂടിയതായ അവിടുത്തെ വാക്കുകൾ അവരുടെ ഹൃദയഭാരം അകറ്റിയിരുന്നു. അമ്മമാർ വേദനപ്പെട്ടു. കുഞ്ഞുങ്ങളെയും കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ പറഞ്ഞു, ശിഷ്യന്മാർ തടുത്തു, യേശുവിന്റെ അടുക്കൽ പോകണ്ട എന്ന് പറഞ്ഞ് തടുത്തു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അമ്മമാര് വളരെയധികം സന്തോഷം അവർക്കുണ്ടായി. പുതിയ പ്രത്യാശയും ധൈര്യവും അവരുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്തു, ആവേശം കൊള്ളിച്ചു. എല്ലാ ആകുല ചിന്തകളും അവരെ വിട്ടുപോയി. അവർ വളരെയധികം സന്തോഷിച്ചു. പ്രിയമുള്ള ദൈവജനമേ, ആയതിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ വളർത്തുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ തക്കവണ്ണം നമുക്ക് മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവാസം ചെയ്യുന്ന അടികളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. നാഥ, കരുണാമനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും അനുസരണയിലും വളർത്തിയെടുക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അനുസരണയുള്ള മക്കളായി വളർന്നു വന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ഭവനത്തിനും ദേശത്തിനും കൊള്ളാകുന്ന മക്കളായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശത്രുവാകുന്ന പിശാചിന്റെ യാതൊരു തന്ത്രങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കടന്നു വരാൻ ഇടവരുത്താതെ സ്വർഗീയനാഥന്റെ കൃപയിൽ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന്റെ അളവറ്റ സ്നേഹം അവരോട് കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അയച്ച് അവരുടെ വളർച്ചയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ബുദ്ധിയും ജ്ഞാനവും കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതനുസരണയുള്ള മക്കളായി ദൈവത്തെ ഭയപ്പെട്ട് കർത്താവെ അങ്ങനെ ജീവിപ്പാൻ അവരെ സഹായിക്കണം, ആശീർവദിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. മാനവും മഹത്വവും എടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.